ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. നക്ഷത്ര പരമ്പരയിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഭരണി നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും മേടം രാശിയിലാണ്. ചൊവ്വയുടെ രാശിയാണ്. ശുക്രന്റെ നക്ഷത്രമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഹൈലി റൊമാൻറ്റിക് ആണെന്നുള്ളതിൽ സംശയമില്ല. മേടം രാശിയിൽ 13.20 ഡിഗ്രി മുതൽ 26.40 ഡിഗ്രി വരെയാണ് ഭരണി നക്ഷത്രം നിലകൊള്ളുന്നത്. അതിദേവത എന്ന് പറയുന്നത് യമധർമ്മനാണ്. ചിഹ്നം സ്ത്രീയുടെ യോനിയും ത്രികോണവും പറയാവുന്നതാണ്. മനുഷ്യഗണമാണ്. യോനി പുരുഷൻ, മൃഗം ആന, പക്ഷി കാക്ക, വൃക്ഷം നെല്ലി. ഭരണി നക്ഷത്രക്കാർ അവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷി മൃഗാദികളെയും മരങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിറം വെള്ള കലർന്ന ചുവപ്പാണ്. രത്നം ഡയമണ്ടാണ്. കുജനും ശുക്രനും സമന്വയിക്കുമ്പോൾ ധൈര്യമുണ്ടാവും. തുറന്നു സംസാരിക്കുന്നവരായിരിക്കും. നിഷ്കളങ്കരായിരിക്കും. സ്ഥിര ചങ്ങാത്തം ഉണ്ടാവില്ല. നല്ല കഴിവുള്ളവരായിരിക്കും. പക്ഷേ മടി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവ് പുറത്തെടുക്കാൻ അല്പം വിഷമമുണ്ടാവും. ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് ഡ്രോയിങ്, പെയിന്റിംഗ്, മ്യൂസിക്, ഡാൻസ് ഈ കഴിവുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയേ വേണ്ടൂ. ഇവർ ഏതൊരു വിഷയവും തലനാരിഴ കീറി പരിശോധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതിൽ ചിലപ്പോൾ വിപരീത അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ചൊവ്വ രാശ്യാധിപനായതുകൊണ്ട് വീരശൂര പരാക്രമിയായിരിക്കും. പക്ഷേ ചന്ദ്രന്റെ കർമ്മദോഷം പേറുന്ന നക്ഷത്രമായതുകൊണ്ട് ഇമോഷണൽ ഫീലിംഗ് അധികമായിരിക്കും. പ്രണയക്കുരുക്കിൽപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പെൺകുട്ടികളാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 1ന് 2 തവണ ചിന്തിക്കണം എന്നർത്ഥം. നല്ല രീതിയിൽ സംസാരിക്കുന്നവരോട് ഇവർ എളുപ്പത്തിൽ ആകൃഷ്ടരാകും. വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കുറച്ച് വിഷമമുണ്ടാവും. ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലുണ്ടാവും. സൂര്യൻ ഉച്ചനാവുന്നത് മേടം രാശിയിലാണ്. അതുകൊണ്ട് കുടുംബജീവിതം നല്ല രീതിയിൽ നടത്താൻ കഴിവുണ്ടാവും. പാർട്ട്ണർക്ക് അത്രയ്ക്ക് കഴിവില്ലെങ്കിൽ ബാലൻസ് ചെയ്തു പോവാം. ഇല്ലെങ്കിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാവും. ഭരണി ധരണി വാഴും എന്നൊരു ചൊല്ലുണ്ട്. ഡോമിനേറ്റിംഗ് പവർ ഉണ്ടാവും. ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും മനസ്സമാധാനം കുറയും. ചന്ദ്രകർമ്മ നക്ഷത്രമായതുകൊണ്ടാണ്. ചന്ദ്രനെ പോസിറ്റീവ് ആക്കുക എന്നതിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വരാം. ഭക്ഷണത്തിന് ദഹനം സംഭവിക്കാതിരിക്കാം. ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ കൂടെ വരാം. ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ്. ലോകപ്രശസ്തനായ സൈക്കോളജിസ്റ്റ് കാൾ യുങ് ഭരണി നക്ഷത്ര ജാതകനാണ്. അദ്ദേഹം ചന്ദ്രകർമ്മയെ പോസിറ്റീവായി ഉപയോഗിച്ചു തൻ്റെ കർമ്മപദത്തിൽ. അതുകൊണ്ട് തന്നെ പ്രശസ്തനുമായി. ഈ ജ്യോതിശാസ്ത്രത്തെ നാം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത്തരം ഗൈഡൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി, യക്ഷി, ഭദ്രകാളി എന്നീ ആരാധനകളും ഇവർക്ക് പോസിറ്റീവ് ഗുണങ്ങൾ ഉണ്ടാക്കും. വിംശോത്തരി ദശാ സമ്പ്രദായ പ്രകാരം 30 വയസ്സിന് ശേഷം ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവും. രാശ്യാധിപൻ ചൊവ്വ ആയതുകൊണ്ടും മേടം രാശി കാലപുരുഷന്റെ 1ാം രാശി ആയതുകൊണ്ടും മുരുക ഭഗവാനെ കണക്ട് ചെയ്യുന്നതും പഴനിയിലേക്ക് പോയി വരുന്നതും നല്ലതാണ്. വലിയ ഉത്തരവാദിത്തമില്ലാത്ത ആൺകുട്ടിയെ ഭരണി പെൺകുട്ടിയെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ലൈഫ് ബാലൻസ് ആകും. മേടം രാശി കാലപുരുഷന്റെ തല ആയതുകൊണ്ട് നെഗറ്റീവ് അധികമാകുമ്പോൾ മുടി നരയ്ക്കുക, കണ്ണട വെക്കേണ്ടി വരിക എന്നിവ വേണ്ടിവരും. ദേവി ഉപാസന നല്ലതാണ്. മാതാവിന്റെ പരമ്പരയിൽ സൈക്കിക് എബിലിറ്റി ഉള്ളവർ ഉണ്ടാവും. ഭരണി നക്ഷത്രക്കാർക്ക് ഹീറോവും വില്ലനുമാകുന്നത്
മാതാവാണ്. മനസ്സ്, ഭക്ഷണം, വെള്ളം എന്നിവയിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.